I10 പെട്രോൾ റേഡിയേറ്ററിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും റേഡിയേറ്ററിൽ നിന്ന് 1 ലിറ്ററോളം കൂളൻ്റ് കുറയാന്ന് കസ്റ്റമർ കംപ്ലൈൻറ്റ് ആയിട്ടാണ് വന്നത്. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ സംഭവം കംപ്ലൈൻ്റ് ഒന്നും കാണത്തില്ല. പിന്നെ ലാസ്റ്റ് വണ്ടി ഇട്ടിട്ട് പോയി കസ്റ്റമർ. നമ്മൾ ലിഫ്റ്റിൽ പൊക്കി ഇട്ടിട്ട് ഒരു 1/4 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിൽ നിന്ന് ചെറുതായിട്ട് ലീക്കായി തുടങ്ങി. നമുക്കൊന്ന് വീഡിയോ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൻ്റെ അടിയിൽ പോയി നോക്കി, വണ്ടിയുടെ അടി ചെക്ക് ചെയ്തപ്പോൾ റേഡിയേറ്ററിൻ്റെ അടിഭാഗത്തായിട്ട് കൂളൻ്റ് ഇങ്ങനെ കുറേശ്ശെ ചാടുന്നത് കണ്ടു. അപ്പോൾ എവിടെ നിന്നാണ് ലീക്കെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും കൂളൻ്റ് കുറയുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും കാര്യം പിടിവ് കിട്ടി. അപ്പോൾ റേഡിയേറ്റർ പൊട്ടിയിട്ടുണ്ടാവും, ലീക്ക് ഉണ്ടാവും എന്നോർത്ത് ബമ്പറൊക്കെ അയച്ച് എൻ്റെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് റേഡിയേറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിൽ ഇങ്ങനെ വില്ലൽ വന്നിട്ട് അതിൽ കൂടെ അങ്ങനെ കൂളൻ്റ് ലീക്കാവുമായിരിക്കും. ഒന്ന് പഴക്കം കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ അയക്കുകയാണ്. നമുക്ക് മാരുതിയുടെ വണ്ടികളിലൊക്കെ റേഡിയേറ്റർ അയക്കൽ ഇച്ചിരി എളുപ്പമാണ്. ഹുണ്ടായുടെ വണ്ടിയുടെയൊക്കെ ഇച്ചിരി പ്രയാസം, I10ൻ്റെ കുറച്ച് പ്രയാസമാണ്. സാൻട്രോസിങ്ങിൻ്റെ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫാനൊക്കെ നല്ല നൈസായിട്ടങ്ങ് അയച്ച് മാറ്റി, ഫാൻ അയച്ച് മാറ്റിയിട്ട് റേഡിയേറ്റർ ആ ഗ്യാപ്പിൽ കൂടെ എടുത്തു. അവിടെ പുറകിൽ തീരെ സ്പേസ് കുറവായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഈ വണ്ടിയുടെ റേഡിയേറ്റർ പുതിയത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് പൊട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. टाइगर का हुक्म